PM ശ്രീയിൽ കേരളം ഒപ്പിട്ടതോടെ ഒട്ടനവധി ചോദ്യങ്ങളാണ് ഉയർന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനായി വളച്ചൊടിക്കുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും. ഏറ്റവും പുതിയതായി നടത്തുന്ന പ്രചരണം തമിഴ്നാട് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രചരണത്തിന്റെ വസ്തുത എന്താണെന്ന് പരിശോധിക്കാം. സംസ്ഥാനത്ത് ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വീതം PM ശ്രീയുടെ ഭാഗമായി മാറുന്നതിനുള്ള ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ടതോടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ഫണ്ടുകൾ പിടിച്ചുവെക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തി വിജയം കാണുമ്പോൾ കേരളം അനായാസമായി കേന്ദ്രത്തിന് വഴങ്ങുന്നുവെന്ന പ്രചാരണമാണ് നടക്കുന്നത്. എന്നാൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദങ്ങൾ രണ്ടാണ്. തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസാവകാശത്തിനുള്ള നിയമത്തിലെ വകുപ്പ് പ്രകാരം CBSE സ്കൂളുകളിലെ 25% സീറ്റുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിനായി മാറ്റിവെക്കേണ്ടതുണ്ട്. ഇതിനാവശ്യമായ ഫീസ് നൽകേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായും. കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞതോടെ സ്കൂൾ ഫീസ് ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി സ്കൂൾ വിദ്യാർത്ഥി ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിൽ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിട്ടത് കേന്ദ്രത്തിനാണ്. CBSE ഫീസിന്റെ 60% കേന്ദ്രവിഹിതം നൽകാൻ കോടതി ഉത്തരവായി. ഉത്തരവിൻ പ്രകാരം തമിഴ്നാട് സർക്കാരിന് ലഭിച്ചത് സ്കൂൾ ഫീസിനത്തിൽ 700 കോടി രൂപ. തമിഴ്നാട് മാതൃകയിൽ നിയമം കേരളത്തിലില്ലാത്തതുകൊണ്ട് തന്നെ വിധി കേരളത്തിന് ബാധകമല്ല. കാരണം CBSE സ്കൂളുകളിൽ കുട്ടികളെ പഠിക്കാൻ ചേർത്ത് അതിന്റെ പണം സർക്കാരിന്റെ എക്സ്ചക്കർ വഴി സ്വകാര്യ സ്കൂളുകൾക്ക് നൽകുക എന്ന നയം കേരളത്തിലില്ല. ഇവിടെ സർക്കാർ സ്കൂളുകൾ വഴി എല്ലാ വിഭാഗങ്ങൾക്കും മികച്ച പഠന സൗകര്യം ഒരുക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയിൽ കേരളത്തിന് സമാനമായ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് തമിഴ്നാടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തമിഴ്നാട് കേസ് നടത്തുന്നത് നിയമപ്രകാരം നിർബന്ധമായും നൽകേണ്ട തുക തടഞ്ഞുവെച്ചതിനാണ്. PM ശ്രീയും SSAയും സംബന്ധിച്ച ഇത്തരമൊരു സാധുത നിലനിൽക്കുന്നതല്ല. SSA കേന്ദ്രത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് നൽകുന്ന വായ്പ എന്ന വ്യത്യാസമാണിത്. വായ്പ നൽകേണ്ടത് കേന്ദ്രത്തിന്റെ തീരുമാനമാണെന്നിരിക്കെ നിയമവ്യവഹാരത്തിന്റെ സാധ്യതകൾ നന്നേ ചെറുതാണ്. തമിഴ്നാടിന് ലഭിച്ച പണം വിദ്യാഭ്യാസാവകാശത്തിനുള്ള നിയമമനുസരിച്ചാണ്. ഈ തുക കൈകാര്യം ചെയ്യേണ്ട നോഡൽ ഏജൻസി എന്ന നിലയ്ക്കാണ് പണം SSKക്ക് ലഭിച്ചത്. PM ശ്രീയിൽ ഒപ്പിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫണ്ടുകൾ പിടിച്ചുവാങ്ങി സംസ്ഥാനത്തെ വലയ്ക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി കൂടിയായാണ് സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നത്. ഇതോടെ കേരളത്തിന് അവകാശപ്പെട്ട SSA ഫലപ്രദമായി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് വിജയം കാണുക. അതിനൊപ്പം തന്നെ PM ശ്രീയിൽ സമൂഹത്തിന് നിലനിൽക്കുന്ന ആശങ്കകൾ അകറ്റിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു നയങ്ങൾക്കും കേരളം അംഗീകാരം നൽകിയിട്ടില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഹിന്ദുത്വ നയങ്ങൾ അടിച്ചേൽപ്പിക്കുമോ എന്ന ഭയത്തിന് വിദൂര സാധ്യതകൾ പോലുമില്ല. ഫെഡറൽ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ RSS അജണ്ടകൾക്കെതിരെ കേരളം ഇനിയും ശബ്ദമുയർത്തും. പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണത്തിനും സ്കൂളുകൾ കേന്ദ്രത്തിന്റെ അധീനതയിലെത്താനുള്ള സാധ്യതകളും വന്നുചേരുമെന്ന നിഷ്കളങ്കമായ പ്രതിപക്ഷത്തിന്റെ ആശങ്കയും വസ്തുതാവിരുദ്ധമാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.